സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ഖുർആൻ അൽ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണ് അതുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഖുർആൻ പരീക്ഷയ്ക്ക് പാഠഭാഗമായി വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഹിഫ്ളിന് കാണാതെ പഠിക്കാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്, ഹിഫ്ള് സൂറത്തുകൾക്ക് പുറമെ മനഃപ്പാഠമാക്കാനുള്ള മറ്റു ആയത്തുകളോ അല്ലെങ്കിൽ ദിക്റുകളോ ദുആകളോ ഉണ്ടോ, ഏത് രൂപത്തിലാണ് ഈ പ്രാവശ്യം ചോദ്യപേപ്പർ ഉണ്ടാവുക, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഖുർആനിൽ നിന്ന് ഭാഗമായി വരുന്ന സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൽ അൻഫാൽ, സൂറത്തു തൗബ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ് എന്നീ സൂറത്തുകളാണ് ഖുർആനിൻ്റെ ഭാഗമായി നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളോട് ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ 2, 3, 4 ആയത്തുകളൊക്കെ ഉണ്ടാവും. ചുരുങ്ങിയത് 2 ആയത്ത്, വലുതാണെങ്കിൽ 2 ആയത്ത്, ചെറുതാണെങ്കിൽ 3, 4 ആയത്ത്. അപ്പോൾ ഈ ഓതുന്നത് വളരെ കൃത്യമായി തന്നെ ഓതി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഖുർആൻ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്ത് ഹൂദിലെ 115, 116 ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ 115, 116 വലിയ ആയത്തുകളായതുകൊണ്ടാണ് 2 ആയത്ത് വന്നത്. ഈ പ്രാവശ്യം 5, 6, 7, 8 എന്നീ ക്ലാസ്സുകളിലെ പുസ്തകം ആകെ മാറി. അതോടുകൂടെ തന്നെ ഇനി അങ്ങോട്ട് ഖുർആൻ പരീക്ഷയുടെ രൂപവും മാറും. ഇപ്രാവശ്യം ഇതുവരെ നടന്ന രൂപത്തിലുള്ള ഖുർആൻ പരീക്ഷയല്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, ഖുർആൻ പരീക്ഷയ്ക്ക് നമുക്ക് പേപ്പർ ഉണ്ടാവില്ല, ഉസ്താദിന് മാത്രമേ പേപ്പർ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഓരോ കുട്ടിക്കും ഖുർആൻ പരീക്ഷയ്ക്ക് ഓരോ പേപ്പർ ഉണ്ടാകും. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് പേപ്പർ നമ്മുടെ കയ്യിൽ തരും. അതിൽ പേരെഴുതണം. പേരെഴുതി ഉസ്താദ് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്നു. ചോദ്യ പേപ്പറിൽ നിർദ്ദേശിച്ച ഈ പറയപ്പെട്ട 2 ആയത്തുകൾ നമ്മൾ ഓതിക്കൊടുക്കുന്നു. ഓതിക്കൊടുക്കുന്ന സമയത്ത് ഉസ്താദ് നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് രേഖപ്പെടുത്തുന്നു. കൃത്യമായി ഓരോന്നിനും ഉസ്താദ് മാർക്ക് ഇട്ട് കൊടുക്കണം. ഈ 2 ആയത്തിൽ ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളെല്ലാം അയച്ചുകൊണ്ട് ആ ചോദ്യപേപ്പറിൽ നൽകും. എല്ലാ നിയമങ്ങളെയും അയച്ചുകൊണ്ട് ചോദ്യപേപ്പറിൽ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മഖ്റജ്, അതുപോലെ തന്നെ അഹ്കാം എന്നിങ്ങനെ. മഖ്റജിന് 20 മാർക്കാണ്. മഖ്റജ് എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കുന്നതിൻ്റെ സ്ഥാനമുണ്ട്. കാഫ് ആവരുത് എല്ലതും. കാഫ് ഉണ്ട്, കാഫ് ഉണ്ട്, 2 ഉണ്ട്. എല്ലാം ത ആകരുത്. ത്വാ ഉണ്ട്, താ ഉണ്ട്. അതുപോലെ തന്നെ ആ എന്നാണ് എല്ലാ അക്ഷരങ്ങൾക്കും പറയുന്നത്. അലിഫിന് മേലിട്ടാലും ഹ എന്നിട്ടാലും ഐനിൻ്റെ മേലിട്ടാലും ഹ എന്നിട്ടാലും ഒക്കെ ആ എന്ന ഉച്ചാരണം അത് പറ്റില്ല. അതാണ് ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റേതായ മഖ്റജുണ്ട്. ആ മഖ്റജിൽ നിന്ന് തന്നെ കൃത്യമായി നമ്മൾ പുറപ്പെടുവിക്കുന്നതിന് 20 മാർക്കാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ല, അതിന് മാറ്റം വരും. കാരണം ഇനി ഓരോ പേപ്പർ ആവുമ്പോൾ നമുക്ക് മഖ്റജിനെ ഡിവൈഡ് ചെയ്ത് 5 മാർക്കിലേക്ക് പോകും. അപ്പോൾ ആ മഖ്റജിൽ നിന്ന് തന്നെ 4 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ 4 ചോദ്യങ്ങൾ. അഹ്കാം എന്ന് വരുമ്പോൾ 20 മാർക്കാണ്. ആ അഹ്കാമിൽ നിന്ന് 4 ചോദ്യങ്ങൾ, അപ്പോൾ 8 ചോദ്യങ്ങൾ. പിന്നെ ഹുസ്നു സൗത്ത്, ഇബ്തിദാ, വഖഫ് അങ്ങനെ 2-3 ചോദ്യങ്ങൾ വേറെയും. ഏകദേശം ഒരു 10 ചോദ്യങ്ങളോളം നമ്മുടെ ഖുർആൻ പരീക്ഷയുടെ പേപ്പറിൽ ഉണ്ടാകും. അതിനൊക്കെ 5, 6 മാർക്കുകൾ അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ടാകും. നമ്മളത് ശ്രദ്ധിച്ചിട്ടാണോ ഓതുന്നതെങ്കിൽ അതിൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് നേരെ നമുക്ക് ഉസ്താദ് മാർക്ക് തരും. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഖുർആൻ ഓതുന്ന സമയത്ത് അഊദും ബിസ്മിയും ഓതുക ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വഖഫിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലായിടത്തും കൊണ്ടുപോയി നിർത്തരുത്. നിർത്താൻ നിർദ്ദേശിച്ച അക്ഷരങ്ങളുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി നിർത്തുക. ഒരു പക്ഷേ നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, നിർത്തിയേ പറ്റുമെങ്കിൽ നിർത്തുക. അല്പം ബാക്കിൽ നിന്ന് എടുത്ത് ഓതുക. അടയാളം ഇല്ലാത്തടത്ത് നിർത്തിയാൽ ബാക്കിൽ നിന്ന് എടുത്ത് ഓതുക. അതോടുകൂടെ തന്നെ മദ്ദിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നീട്ടാനുള്ളിടത്ത് അതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ നീട്ടിയേ പറ്റൂ. നീട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പ്രത്യേക നിർദ്ദേശമുണ്ടാവും. അതിനുണ്ടാകും 5, 6 മാർക്ക്. അങ്ങനെ നീട്ടിയില്ലെങ്കിൽ ആ മാർക്ക് നഷ്ടപ്പെടും. ചിലത് നിർബന്ധമായും നീട്ടേണ്ട മദ് ലാസിമുകൾ ഉണ്ടാവും.
ആ ലാസിമിൻ്റെ സ്ഥലത്തൊക്കെ നിർബന്ധമായി തന്നെ നീട്ടുക. അപ്പം മദ്ദിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മദ്ദിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വഖഫ് അവസാനം നിർത്തുന്ന സമയത്ത് സ്വദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുക. പിന്നെ ഖുർആനിൽ വന്ന മറ്റുള്ള നിയമങ്ങൾ, അതിൽ പ്രധാനമായി വരുന്നത് അക്ഷരത്തിൻ്റെ മഖ്റജുകളാണ്. ഓരോ അക്ഷരത്തിൻ്റെയും മഖ്റജുകൾ പ്രത്യേകം തന്നെ നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇൽഹാർ, ഇദ്ആമിൽ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇദ്ആമ് ബിയുന്ന ബിലാവുന്ന, ഇഖ്ഫാ. ഇത് സുക്കൂനുള്ള മീമിന് ശേഷം ഇദ്ആമുണ്ട്, ഇൽഹാറുണ്ട്, ഇഖ്ഫാ ഉണ്ട്. സുക്കൂനുള്ള നൂന് തൻവീന്, അതിന് ശേഷം ഇദ്ആമുണ്ട്, അതിൽ തന്നെ ഇദ്ആമ് ബിയുന്ന ഉണ്ട്, ബിലാവുന്ന, രണ്ടെണ്ണായി. പിന്നെ ഇൽഹാറുണ്ട്, ഇഖ്ഫാ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുമ്പോൾ ഇഖ്ലാബുണ്ട്, ഇഖ്ലാബ് അഥവാ ഇഖ്ഫാ. അത് അങ്ങനെ തുടങ്ങിയിട്ട് പല നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചതാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഓതുമ്പോഴാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഖുർആൻ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും ലഭിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അതെല്ലാം ഇതിൽ പറയാൻ നിന്നാൽ വീഡിയോ ദീർഘിച്ചു പോകും. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ ഒന്ന് നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓതുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതുക. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഭാഗം ഒന്ന് വായിക്കാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക എന്നതാണ്. സൂറത്ത് യാസീൻ 32 ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. 32 ആയത്തും കൃത്യമായി നമ്മൾ പഠിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൂറത്ത് യാസീൻ്റെ 23, 24, 25 ആയത്തുകൾ പൂർണ്ണമായും ഓതിക്കൊടുത്താൽ 15 മാർക്ക്. രണ്ടാമത് സൂറത്ത് യാസീനിൽ തന്നെ 28, 29 ആയത്തുകൾ പൂർണ്ണമായും ഓതിയാൽ 15 മാർക്ക്. അങ്ങനെ 30 മാർക്ക് നമുക്ക് ലഭിക്കും. ഇനി 20 മാർക്ക് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാങ്കിന് ശേഷമുള്ള ദുആയിലെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി മുതൽ അവസാനം വരെ ഓതാനാണ് ആവശ്യപ്പെട്ടുള്ളത്, ചൊല്ലാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അതിന് നിങ്ങൾ നോക്കൂ, 20 മാർക്ക്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഹിഫ്ളിലെ ഖുർആനിൽ നിന്ന് യാസീൻ പഠിക്കുന്നതിലൂടെ നമുക്ക് 30 മാർക്കേ കിട്ടുന്നുള്ളൂ. ബാക്കി 20 മാർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫിഖ്ഹിൽ നിന്ന് പഠിച്ചെടുത്ത ദിക്റുകളും ദുആകൾക്കും വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ അതാണല്ലോ ചോദിച്ചത്. ബാങ്കിന് ശേഷമുള്ള ദുആ ആണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാമ വസ്സലാത്ത്. ഒക്കെ നമ്മൾ എപ്പോഴും ചൊല്ലുന്നതാണ്, അത് നമുക്ക് കാണാതറിയാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഇനി ഈ വർഷം ഇത് ചോദിക്കില്ല, മറ്റെന്തെങ്കിലുമാണ് ചോദിക്കുക. അപ്പോൾ ദിക്റുകളും ദുആകളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പ്രധാനപ്പെട്ട ദിക്റുകൾ ദുആകളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു പേടിയും കൂടാതെ നമുക്ക് ഹിഫ്ള് പരീക്ഷയും കൈകാര്യം ചെയ്യാം. ഖുർആനിൽ 50ഉം അതുപോലെ തന്നെ ഹിഫ്ളിൽ 50 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതിലധികവും നിസ്കാരത്തിൽ വരുന്ന ദിക്റുകളുണ്ട്, മറ്റുള്ള അതിന് പുറമേ വരുന്ന നിയ്യത്തുകൾ, അതുപോലെ തന്നെ ചൊല്ലാനുള്ള ബാത്റൂമിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അതുപോലെ മറ്റു വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കയറുമ്പോഴൊക്കെ ഉള്ള ദിക്റുകളൊക്കെ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഇതിൽ കൊടുത്ത ദിക്റുകൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു നിങ്ങൾക്കെല്ലാം നല്ല മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. നമ്മളൊക്കെ ഖുർആനിൻ്റെ മക്കളാക്കട്ടെ, നല്ല ഹിഫ്ളുള്ള മക്കളാക്കട്ടെ. ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.